ഹലോ ഗെയ്സ്, അപ്പം ഞാൻ സൂര്യ പത്തനംതിട്ട സീതത്തോട് നിന്നും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അത്തത്തിൻ്റെ ദിവസം നമ്മൾ കോട്ടപ്പാറ പോയൊരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് അത്തം മാത്രമല്ല, രാമായണ മാസം അവസാനം കൂടിയാണ്. കർക്കിടകത്തിലാണ് ഈ വർഷത്തെ അത്തം. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോയിൽ കൂടെ പ്രശസ്തിയായ സന്തൂർ മമ്മിയെ എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ. സന്തൂർ മമ്മിയും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ഇതാണ് കോട്ടപ്പാറ അമ്പലം കേട്ടോ. സീതത്തോടിൻ്റെ ഏതൊരു മുക്കും മൂലയിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ കോട്ടപ്പാറ മല സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളും ഏകദേശം ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. സീതത്തോട്ടിൽ നിന്ന് പോകാൻ വേറൊരു വഴിയുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് പോകാൻ ഏകദേശം ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സ്കൂട്ടി കൊണ്ട് പോവുകയാണെങ്കിൽ. കാറും കൊണ്ട് പോയാൽ കുറെ സമയം എടുക്കുന്നതിന് കാരണമുണ്ട്. ഇവിടുത്തെ റോഡുകൾക്കൊന്നും വലിയ വീതിയില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. വഴിയിൽ ഒരു സ്കൂട്ടി ഇരിക്കുന്നു. അതും നമുക്ക് പണിയായി. പിന്നെ ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പോയത്. മിക്ക സ്ഥലങ്ങളിലും ഈ കോട്ടപ്പാറ അമ്പലം ഉണ്ടായിരിക്കും. അതെല്ലാം സ്ഥിതി ചെയ്യുന്നതും ഇതുപോലെ വലിയൊരു പാറയുടെ മുകളിലായിരിക്കും. എൻ്റെ കുഞ്ഞിലെ ഒന്നും ഇവിടെ വലിയ അമ്പലം ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ അമ്പലമായിട്ട്. അതിന് മുന്നേ വെറുതെ ഒരു വിളക്ക് കത്തിച്ച് വെക്കുക, മുറുക്കാൻ വെക്കുക, അതൊക്കെ മാത്രമേ അവിടെ ഒരു ചടങ്ങുള്ളായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു വഴിപാടായിരുന്നു വെടിവഴിപാട്. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് കുറേ നാളായി കേട്ടോ. കാരണവും ഉണ്ട്. ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കാരണം നമ്മുടെ ആ പാറയൊക്കെ നന്നായിട്ട് തെന്നിയായിരിക്കും കിടക്കുന്നത്. അതുപോലെ ആ പോകുന്ന വഴിക്കുള്ള റോഡും അതേപോലെ തന്നെയായിരിക്കും കിടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. അത്തത്തിന് നല്ല വെയിലാണ്. അപ്പോൾ ഓണത്തിന് മഴ പെയ്യുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവഴി നേരെ താഴത്തോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ സീതത്തോട്ട് ചെല്ലും കേട്ടോ. നമുക്ക് സീതത്തോട് വഴിയല്ല പോകണ്ടേ. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡ് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ ആയതുകൊണ്ട് നമ്മൾ കൂവളമാലയാണ് നേർച്ച. അപ്പം നമ്മുടെ വീട്ടിലില്ല, ഈ ഒരു വീട്ടിൽ വലിയൊരു കൂവളം ഉണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി പറഞ്ഞു കൂവളത്തല കെട്ടാന്ന്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു വാഴയെന്ന് വള്ളിയൊക്കെ എടുത്തിട്ടാ വന്നത്. അവിടെ ചെന്ന് നോക്കിയിട്ടോ കൂവളത്തലയൊന്നും പറിക്കാൻ എത്തുന്നില്ല. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഈ കാണുന്ന പറമ്പ് കുറച്ചൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ വന്നവരോടും കുറച്ചു നേരം സംസാരിച്ചു. ഇവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഇലയൊക്കെ കിട്ടി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഞങ്ങളിങ്ങനെ ചെറുകയാണ് പോകുന്നത്. കുറേ ഓണടിച്ചാണേ പോകുന്നത്. കാരണം വേറൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. നല്ല കയറ്റമുള്ള റോഡും കൂടിയല്ലേ. പിന്നെ ഈ കയറ്റം അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ വലിയൊരു ഇറക്കമാണ് കേട്ടോ. അങ്ങനെ ഈ മരങ്ങളൊക്കെ വെച്ച്, ഇത് നമ്മുടെ വേപ്പാണ്, മലവേപ്പെന്ന് പറയും. ഇത് വെട്ടിക്കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കഥകളും ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടോട്ട് വണ്ടിക്കൊന്നും അല്ലായിരുന്നു വരുന്നത്, നടന്നായിരുന്നു വരുന്നത്. അന്ന് അമ്പലമൊന്നും പണിഞ്ഞിട്ടില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ ഇവിടോട്ട് വരുന്നത്. അത് ഈ റോഡ് വഴിയൊന്നും അല്ല, അതല്ലാതെ വസ്തുവിൽ കൂടി ഇങ്ങനെ കയറി വരാൻ കുറുക്ക് വഴിയുണ്ട്. ഞങ്ങളിവിടെ കുറുക്ക് വഴി എന്ന് പറയും. അങ്ങനെ കയറി വരുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ വേറൊരു വണ്ടി വന്നില്ല. വണ്ടി വന്നാൽ ഞങ്ങൾ ബാക്കിലോട്ട് എടുക്കണം, അല്ലെങ്കിൽ അവർ ബാക്കിലോട്ട് എടുക്കണം. അതാകെ പ്രശ്നം. കയറി വരുന്ന വണ്ടി ബാക്കിലോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം നമ്മുടെ അമ്പലത്തിന്റെ ആ വഴിക്കൊക്കെ എത്തി കേട്ടോ. അവിടെ വന്നപ്പോഴത്തേന് നമ്മുടെ ഈ മല ഫുള്ള് കാണാൻ പറ്റും. സീതക്കുഴി കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിന്റെ അവിടെ കാണാൻ പറ്റും. സീതത്തോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. പിന്നെ സീതത്തോട് ഫുള്ള് കാണാൻ പറ്റും. ആ കാണുന്ന ആ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം അമ്പലത്തിന്റെ താഴെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയി നിന്നാൽ നമ്മുടെ സീതത്തോട് ഫുൾ എന്തൊക്കെയുണ്ട് എല്ലാം കാണാൻ പറ്റും. നമുക്ക് വൃത്തിയായിട്ട് കാണാം. ഗാനമേളയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റേജ് കെട്ടുന്നത് കേട്ടോ. ഇപ്പൊ പുതിയൊരു കെട്ടിടം കൂടി പണിയുന്നുണ്ട്. അതിന്റെ പണിയും സൈഡിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വലിയ അമ്പലമൊന്നുമല്ല, ചെറിയൊരു അമ്പലമാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നത്. ഞങ്ങളുടെ രാധാമണി അമ്മയെ കണ്ടത്. അമ്മയാണ് ഇപ്പൊ ഇവിടെ കഞ്ഞിയൊക്കെ വെക്കുന്നത്. നമുക്ക് എന്നും ഇവിടെ കഞ്ഞിയുണ്ട്. പിന്നെ ഇത് എന്നും തുറക്കുന്ന ഒരു അമ്പലമല്ല. ഇത് 1-ാം തീയതികളിലും ഞായറാഴ്ചയും മാത്രമേ ഈ അമ്പലം തുറക്കാറുള്ളൂ. നിത്യപൂജയുള്ള ഒരു അമ്പലം അല്ല കോട്ടപ്പാറ. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയോട് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴത്തോട്ട് തൊഴാൻ വേണ്ടി പോയി കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എന്താണെങ്കിലും തെന്നി താഴെ വീഴും. അതുപോലെയാണ് റോഡ് കിടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ഒരു കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ടെന്ന്. കാരണം ഇവിടെ സപ്താഹമൊക്കെ നടക്കുമ്പോൾ ആചാര്യന്മാർ വന്നിട്ട് ഷെഡൊക്കെ കെട്ടി അങ്ങനെയാണ് താമസിക്കുന്നത്. ചിലപ്പം അങ്ങനെയൊക്കെ സപ്താഹം വെക്കുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള കെട്ടിടമായിരിക്കും അവിടെ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേ നാളായി ഇവിടെ വന്നിട്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു
ഭാഗത്തൂടെയാണ് വരുന്നത്. സീതത്തോട് വഴി നേരെ കയറി വരാൻ വേറൊരു വഴിയുണ്ട്. അത് സ്റ്റെപ്പ് കയറിയാണ് വരുന്നത്. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് കയറി വന്ന് താഴെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. അവിടെ കൂടിയാണ് കയറി വരുന്നത്. ഇതാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് കൂവളത്തിലൊക്കെ പറിച്ചായിരുന്നല്ലോ. ആ പറിച്ചില ഇനിയും കെട്ടണം. ഇവിടെ വന്നിട്ട് കെട്ടാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വഴിപാടിൻ്റെ റെസിപ്റ്റ് ഒക്കെ എഴുതിപ്പിച്ചു. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു കെട്ടാവെന്ന്. മാല കെട്ടുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചേച്ചി കെട്ടിയ മാലയാണ് കേട്ടോ അത്. ഞാൻ കെട്ടിയ മാലയും. അങ്ങനെ ഞങ്ങൾ 2 മാല അത് വെച്ച് കെട്ടി. വലിയ ഇലയൊന്നും അല്ലായിരുന്നു കേട്ടോ അത്. ഇവിടെ ഇപ്പം നമ്മൾ അതിരാവിലെ വരുവാണെങ്കിൽ ഭയങ്കര മഞ്ഞായിരിക്കും കേട്ടോ. ഈ മലയൊക്കെ നിറച്ച് മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴാണിത് പാറയിൽ ഇങ്ങനെ വലിയൊരു അമ്പലമായിട്ടൊക്കെ പണിയത്. നേരത്തെ ഈ പ്രതിഷ്ഠ വെറുതെ ഇങ്ങനെ പുറത്ത് കാണാവുന്ന പോലെ അങ്ങനെയായിരുന്നു ഇരുന്നത് കേട്ടോ. എല്ലാം ഒന്നും നമുക്ക് അമ്പലത്തിൻ്റെ ഇങ്ങനെ പകർത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ പകർത്തുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീതത്തോട്ടിയിൽ നിന്ന് വരുമ്പോൾ ഒരു ഗേറ്റിൻ്റെ അവിടെയാണ് വരുന്നത്. ഇവിടെയാണ് സീതത്തോട്ടിയിൽ നിന്ന് വരുമ്പം ഇവിടെയാണ് കയറി വന്നിട്ട് നേരെ അമ്പലത്തിലോട്ട് കയറി പോകുന്നത്. വലിയ കുറേ സ്റ്റെപ്പുകൾ കയറിയാണ് വരേണ്ടത്. ഈ സ്റ്റെപ്പ് നേരെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് സീതത്തോട്ടി ചെല്ലാൻ പറ്റും. മഴ പെയ്ത് കിടന്ന ഒരു സമയമായതുകൊണ്ട് നല്ലതായിട്ട് പാറയൊക്കെ തെറ്റിക്കിടക്കുകയാണ്. ഇവിടെയാണ് വെടിവഴിപാട് പണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. എന്തോ കാരണത്താൽ ഇപ്പം വെടിവഴിപാട് നമ്മുടെ കോട്ടപ്പാറയിലില്ല. പണ്ട് കോട്ടപ്പാറയിലെ 1-ാം വെടി 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓ ഇന്ന് മലയാള മാസം 1 എന്ന്. പണ്ട് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കേൾക്കാൻ പറ്റും ഇവിടുത്തെ വെടിയോ. നമ്മളെല്ലാ മലയാള മാസമൊന്നും ഇങ്ങനൊന്നും ഓർത്ത് വെക്കാറില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നിങ്ങളെ കാണിക്കാൻ ഇവിടെ നിന്നിട്ടുള്ള ആ വ്യൂ ഒക്കെ എടുത്തു. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവിടെ നിന്നുള്ള വ്യൂവേ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ 2 വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉരുണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പൊടി പോലും കാണത്തില്ല. കാരണം പാറ നമ്മുടെ സീതത്തോടൊക്കെ വൃത്തിക്ക് കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, സീതത്തോടിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ കോട്ടപ്പാറ കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ സീതത്തോട് ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് കോട്ടപ്പാറ അമ്പലത്തിൻ്റെ ആ ഗോപുരമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ സീതത്തോടിൻ്റെ എല്ലാ ഭംഗിയും ശരിക്കൊന്ന് കാണണമെങ്കിൽ ഈ കോട്ടപ്പാറയുടെ മലയിൽ വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും എത്ര സുന്ദരിയാണ് നമ്മുടെ സീതത്തോട്. പേരുകൊണ്ട് മാത്രമല്ല ഈ സൗന്ദര്യം, നമ്മുടെ ഈ പ്രകൃതി ഇത്ര മനോഹരമാക്കിയ നമ്മുടെ സീതത്തോട് എനിക്കിങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ എന്നും കഞ്ഞിയുണ്ട്. നമ്മുടെ നട തുറക്കുന്ന എന്നും കഞ്ഞിയുണ്ട് ഇവിടെ. ഞായറും 1-ാം തീയതിയും എന്നും കഞ്ഞിയുണ്ട്. ആർക്കും വയറ് നിറയാതെ ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടില്ല. എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് തന്നെ പോകാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന കഞ്ഞിയും പയറിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പോയ വഴിയല്ല തിരിച്ചു വന്നത്. കാരണം ആ റോഡിൽ കൂടി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ അടിയൊക്കെ ശരിക്കും തട്ടിയേ. അത് കാരണം ഞങ്ങൾ വേറെ വഴിയാണ്, നമ്മൾ വീട്ടിലോട്ട് പോകുന്ന സീതത്തോട്ടിൽ നിന്ന് കയറി പോകുന്ന വേറൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഇത് നമ്മുടെ കോട്ടക്കുഴി എന്ന് പറയും. ഇവിടുന്ന് സീതത്തോട്ടിൽ നിന്ന് താഴേന്ന് കയറി വന്ന് ഈ വളവ് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പോകും. നേരെ മുകളിലോട്ട് പോയാൽ കോട്ടപ്പാറയ്ക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇങ്ങനെ ഉത്സവമൊക്കെ വരുമ്പോൾ നല്ല രസം ഇവിടെ. അപ്പോൾ ഇന്നത്തെ കോട്ടപ്പാറ വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.